അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റേ ഹദീസ്. ശരിയായ മുസ്ലിം എന്നാൽ മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണെങ്കിൽ അവരാണ് മുസ്ലിം. നമ്മുടെ കയ്യിനെ പേടിക്കാതെ നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാം, നമ്മുടെ നാവിനെ പേടിക്കാതെ നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാം, എങ്കിലാണ് നമ്മൾ മുസ്ലിം ആവുക. അതിന് മറുവശാണിത്. എല്ലാവർക്കും ഖൈറ് വരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളവരെ പിടിക്കാൻ ആവശ്യമുണ്ടാവില്ലല്ലോ. എല്ലാവർക്കും നന്മ വരണം എന്നാണ് നമ്മുടെ മനസ്സ് എങ്കിൽ പിന്നെ നമ്മളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ നാവിനെ പേടിക്കേണ്ടി വരില്ല, നമ്മളെ കയ്യിനെ പേടിക്കേണ്ടി വരില്ല. മറ്റെന്ന് വെച്ചാൽ ആ ചങ്ങായി തൊള്ളിഞ്ഞ് ബന്ധം പരിപാടിയില്ല, അത് ബേജാറായിട്ടാണ് മറ്റോ ജീവിക്കണത്. അയാൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ തൊള്ളിഞ്ഞ് ബന്ധം കേൾക്കേണ്ടി വരും എന്ന് പറയലോ. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ല. ഇതാണെങ്കിൽ എല്ലാവർക്കും ഒരു ഖൈറ് ലഭിക്കണം, എല്ലാവരും മെച്ചപ്പെടണം, എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും അവൻ ചെന്ന് ബാക്കി എല്ലാവരും സുരക്ഷിതരായിരിക്കും. അതാണ് തക്കുൻ മുസ്ലിമ, നീ ഒരു മുസ്ലിമായി മാറും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മുസ്ലിമാകാം നിനക്ക്. പ്രശ്നമൊന്നുമില്ല, പക്ഷേ എല്ലാവരുടെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. എല്ലാവർക്കും ഇവിടെ പ്രാർത്ഥിക്കണം. പ്രവാചകമായ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണല്ലോ. ഇവിടെ പ്രാർത്ഥന ഒരു വാലിദയ്യ ഒരു മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥന നോക്കുമ്പോൾ അവിടെയൊക്കെ മൊത്തം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും. മുഅ്മിനീങ്ങളെ പ്രാർത്ഥന പറഞ്ഞതാണ് റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. പക്ഷേ വിശ്വാസിയോട് ഒരു പക, ഒരു വിദ്വേഷം, ഒരു വെറുപ്പ് എൻ്റെ മനസ്സിൽ നീ ഉണ്ടാക്കല്ലാതെ. മറ്റവരോടൊരു വെറുപ്പുണ്ടാകാം, ഓരോടൊരു പക ഉണ്ടാകാം, അതെനിക്ക് നൽകല്ല എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണല്ലോ ഖുർആൻ തന്നെയും പഠിപ്പിച്ചത്. അപ്പം എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവനാണ് സ്വന്തം കാര്യം പറയാൻ പാടില്ല എന്നല്ല, സ്വന്തം കാര്യം പറയാം. പക്ഷെ മറ്റൊരാളെ പ്രശ്നം കൂടി അറിയുമ്പോൾ അതും തീർന്നിട്ടാൻ വേണ്ടി നമ്മുടെ ദുആയിൽ ഒരിടം. ഒരാൾക്ക് സുഖമില്ല എന്ന് അറിയുമ്പോൾ അത് അയാൾ തോൽക്കാൻ പറഞ്ഞിട്ടല്ല, അയാൾ തോൽക്കാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരാൾക്ക് സുഖമില്ല എന്ന് അറിയുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രാർത്ഥന. അതാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു മലക്ക് അതിന് ആമീൻ പറയുന്നതാണ്. ഒരാളെ മുന്നിൽ വെച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ പോലല്ല, അയാൾ പോലും അറിയാതെ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മലക്ക് അതിന് ആമീൻ പറഞ്ഞിട്ട് പറയും വലക ബിമിസിൽ, സമാനമായത് നിനക്കും ലഭിക്കട്ടെ എന്ന് ആ മലക്ക് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അസാന്നിധ്യത്തിൽ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ആ നിലക്കൊരു മാനസിക ബന്ധം അവരുമായി ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാതെ ഒരാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമല്ലോ, ഒരാളുടെ മുമ്പ് തന്നെ പ്രാർത്ഥിക്കും, ഒരാൾ കേക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിലിപ്പോൾ മറ്റു പല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം, അയാളെ പ്രീതിപ്പെടുത്തൽ, അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കലൊക്കെ ഉണ്ടാവാം. എന്നാൽ അയാൾ പോലും അറിയാതെ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അയാളുമായി നമുക്ക് മാനസികമായ ഒരു അടുപ്പമുണ്ട് എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അത്. അപ്പം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക, എല്ലാ മുഅ്മിനാത്തിനും വേണ്ടി ദുആ ചെയ്യുക, അതൊരു ഹൃദയ വിശാലതയുടെ ലക്ഷണമാണ്. അപ്പം ആ നിലക്ക് ചിന്തിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം പറഞ്ഞത് മൊത്തത്തിൽ പെടും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയാണ്.